ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എവിടെ പോയിന്നല്ലേ? നാട്ടിലെത്തി അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലെത്തിയ അന്നത്തെ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 4:45 ആയപ്പോൾ ഒരു 5 മണിക്ക് അടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി രാവിലെ. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. അടുത്തൊരു മഴ പെയ്യാനായിട്ട് ഇങ്ങനെ ആകെ ഒരു ഇരുണ്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ ദുബായിൽ നിന്ന് ഇത്രയും ചൂട് കണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ എത്തിയപ്പോൾ പുലർച്ചെ സമയമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. ആകെ നനഞ്ഞ് കിടക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു ട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് പുഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പുഴ കാണാൻ പോവായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം പിന്നെ പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ. അപ്പോൾ പുഴയുടെ ഭംഗി നമുക്ക് എന്തായാലും കാണണ്ടേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു പോക്കാണ് കേട്ടോ ഇത്. തൃശ്ശൂര് എൻ്റെ വീടെന്ന് പറയുമ്പോൾ തൊട്ടടുത്തടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് അങ്ങനെ ഒരു ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ആലുവയിൽ വന്നപ്പോഴാണ് പ്രകൃതിയുടെ ഭംഗി കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളത് ട്ടോ. എനിക്കാണെങ്കി പ്രകൃതി, മഴ, മണ്ണ്, പൂക്കള് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രകൃതിയിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാറ്റ, പുഴു, പ്രാണി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്ടോ. അപ്പം ചൊവ്വരേല്ന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ നമ്മളുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ അധികം മുന്നിലൊന്നും വീടുകൾ അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു മഴ പെയ്യുമ്പോഴായാലും നല്ല ഭംഗിയിൽ കാണാം. ആ മഴ ഫുള്ളായിട്ട് പെയ്യുന്നതും മരങ്ങളിങ്ങനെ കാറ്റത്ത് ആടി ഉലയുന്നതും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു ട്ടോ. ഇപ്പൊക്കെ പിന്നെ കുറച്ച് വീടുകളായി. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടില് താഴെ ഇരുന്നാലും മേളത്തെ ഭാഗത്ത് കേറിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റൂം മേലെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ജനലുകളൊക്കെ തുറന്നാൽ കാണുന്നത് നമ്മളുടെ ഇങ്ങനെ ഭംഗിയായിട്ട് ഒഴുകുന്ന ഈ ഒരു പുഴയാണ് ട്ടോ. അപ്പോൾ ഇത് പെരിയാറിൻ്റെ പുഴയാണിത്. പെരിയാർ പുഴയാണിത്. ഈ വശത്തോടെ കടന്നു പോകുന്നൊരു ഭാഗമാണിത് ട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ നമുക്കിവിടെ ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വണ്ടികളൊക്കെ അക്കരയ്ക്ക് പോയായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വഴിയിലൂടെയൊക്കെ വണ്ടികളൊക്കെ വളരെ സ്പീഡിൽ വരും. കാരണം ജങ്കാർ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു 10, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് അക്കരെ പോയി ഇക്കരെ വരാനായിട്ടേ. അപ്പോൾ അന്നൊക്കെ വണ്ടികളുടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പാലം വന്നു. പാലം വന്നപ്പോൾ പിന്നെ ജങ്കാർ സർവീസ് പതുക്കെ നിർത്തി. പിന്നെ പാലത്തിലൂടെയായി. ഇപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ആലുവയ്ക്ക് പോകാനായിട്ട് വളരെ ദൂരം കുറഞ്ഞു. ആ ഒരൊറ്റൊരു പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആലുവയ്ക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരൊറ്റൊരു ഇറക്കിറങ്ങി വന്ന് നമുക്ക് പുഴയാണ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ടൊക്കെ ആളുകൾ ഇഷ്ടം പോലെ വരും. കാരണം മീൻ പിടിക്കുന്നത് വളരെ വിനോദമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഒരു ഹോബിയാണത്. അവര് ഇതാണ് ട്ടോ ആ പാലം. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു പാലം വന്നപ്പോഴാണ് നമ്മളുടെ ഈ പുഴയിലുള്ള ഈ ജങ്കാർ സർവീസ് നിർത്തിയത്. നല്ല ഭംഗിയാണ് ഈ ഒരു പുഴ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ആളുകള് കുളിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ട്ടോ. നാട്ടിലെത്തി ആ ഒരു മഴയൊക്കെ നനഞ്ഞ് തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ നനഞ്ഞ് നിൽക്കണേൻ്റെ ഒരു ഭംഗിയിൽ ഞങ്ങളിങ്ങനെ നിൽക്കാണ് ട്ടോ. ആ ഒരു സന്തോഷമുണ്ട്. ഒരു തണുപ്പുണ്ട്. നല്ല കാറ്റുണ്ട്. അങ്ങനെ. അപ്പോൾ പിന്നെ അപ്പോൾ മീൻ പിടിച്ച് നിൽക്കുന്നവർക്ക് മീൻ കിട്ടുന്നത് എന്താണ് പരലോ അങ്ങനെ എന്തോ ഒരു മീനാണ് ട്ടോ. കുഞ്ഞു മീനാണ്. ഒരുപാട് നേരം പരിശ്രമിച്ചിട്ടാണ് അവർക്ക് മീൻ കിട്ടുന്നത്. വേറെ മീനുകളൊക്കെ കിട്ടാറുണ്ടെന്ന് പറയുന്നു. എന്തായാലും കിട്ടിയ മീനാണ് അവരാ കവറിലിട്ട് വെക്കുന്നത്. ഇവിടെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര പ്രൊഫഷനായിട്ട് വന്ന് മീൻ പിടിക്കുന്നവരുണ്ട് ട്ടോ. ഇങ്ങനെ വഞ്ചികളുണ്ട് നമുക്ക് കാണുന്നില്ലേ? കുഞ്ഞു വഞ്ചികള്. അപ്പോൾ ഇവിടെ വിജയൻ്റെ അപ്പച്ചനും മോനും മോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വഞ്ചിയിൽ പോവാറുണ്ട് ട്ടോ. പിന്നെ അപ്പച്ചൻ ജനിച്ച് വളർന്ന നാടല്ലേ. അപ്പോൾ അപ്പച്ചന് ഈ പുഴയും വള്ളവും ഒക്കെ ഭയങ്കര പരിചയമാണ്. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ ഇവരെ വള്ളത്തിലിരുത്തി ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ദേ അവിടെ ഈ പുഴയ്ക്ക് ചുറ്റും നല്ല ഭംഗിയുള്ള പന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ട്ടോ. അത് പഞ്ചായത്തുകാർ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വെട്ടി മാറ്റാനും പൊട്ടിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ പുഴയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വരാണ്. അപ്പോൾ അപ്പയും പറയാണ് അപ്പയുടെയും ജനിച്ച നാടല്ലേ വിജയൻ്റെയും.
അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിവിടെ എന്തോരം കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിച്ചിരിക്കുന്നു. ഈ പറമ്പിൽ എന്തോരം മൂടിക്കിളച്ചിരിക്കുന്നു. പുഴയിൽ എത്രയോ അക്കരെ പോയി ഇക്കരെ നീന്തി വന്നിരിക്കുന്നു എന്നുള്ള ഇങ്ങനെ കഥകളൊക്കെ പറയാണ്. പിന്നെ അവിടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ വലിയ മരങ്ങളൊക്കെ ആയിരുന്നു. തേക്കും വലിയ വലിയ മരങ്ങളായിരുന്നു. അത് കെ.എസ്.ഇ.ബിയുടെ പറമ്പാ. അപ്പോൾ അവിടെ കെ.എസ്.ഇ.ബിയുടെ യൂണിറ്റ് വരുന്നതുകൊണ്ട് അവരതൊക്കെ എടുത്ത് മുറിച്ച് മാറ്റി. അപ്പോൾ ആ കാണുന്നതാണ് ട്ടോ നമ്മുടെ വീട്. ഈ വൈറ്റ് വീടിൻ്റെ അപ്പുറം കാണുന്നതാണ് നമ്മുടെ വീട്. ഞാൻ പറഞ്ഞില്ലേ ആ ജനലുകൾ കണ്ടില്ലേ? അവിടെ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് ശരിക്ക് കാണുന്നത് ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നതാണ് കാണാം. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാ. പ്രത്യേകിച്ച് ഈ പുഴയുടെ ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മുഴുവൻ ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ ഒരു പുഴയുടെ ഭംഗി പ്രത്യേക ഭംഗിയാണ് ട്ടോ. അപ്പോൾ ദേ നിറയെ പൂക്കളും ഒക്കെയുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഈ മഴത്തുള്ളികൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുമ്പോൾ നല്ല സുഖമല്ലേ? അപ്പോൾ അങ്ങനെ. എന്തായാലും ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് എയർപോർട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്ടോ പള്ളിയുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പം എനിക്ക് പ്ലെയിൻ യാത്രയേക്കാളും ഒത്തിരി ഇഷ്ടം ട്രെയിൻ യാത്രയാണ്. ട്രെയിനിൻ്റെ ആ ഒരു ചൂളംവിളി കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചുക്ക് ചുക്ക് സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പുഴയിൽ നല്ല മഴ പെയ്ത് വെള്ളം കൂടുമ്പോൾ നമുക്ക് നമ്മൾ കണ്ട ആ പാലത്തിൻ്റെ ഇത്തിരി കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ പോണ പാലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ പാലത്തുമ്മൂടെ ആ ട്രെയിൻ പോണേൻ്റെ സൗണ്ട് നമുക്ക് നന്നായി കേൾക്കാൻ പറ്റും. അപ്പോൾ അമ്മച്ചി പറയും പുഴയിൽ വെള്ളം കൂടി അതുകൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെ പ്രകൃതിയുമായിട്ട് എന്താ പറയാ ഭയങ്കര ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ട്ടോ ഇത്. അപ്പോൾ മഴ പെയ്തിട്ട് അഴയിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് നിൽക്കല്ലേ. അപ്പോൾ അതിങ്ങനെ കുടഞ്ഞ് മുഖത്തേക്ക് ആക്കുമ്പോൾ ഒരു ഒരു സന്തോഷം. പിന്നെ ആ ഒരു പച്ചപ്പൊക്കെ കാണാം. കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ അതിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല മഴ പെയ്ത് ഇപ്പോൾ സമയം ഒരു 3:30, 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പോകുന്നത് ഇനിയൊരു ചായ വെക്കണം. പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ വേഗം പഴം മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടത്തിൽ അപ്പച്ചൻ നല്ല ചൂട് പരിപ്പ് വടയും മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ഇന്നത്തെ 4 മണി ചായക്ക് പഴംപൊരിയും പരിപ്പ് വടയാണ്. അപ്പം നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നല്ല മഴ പെയ്യുമ്പോൾ. മഴ സാധാരണ ഞാൻ ആലുവയിലുള്ളപ്പോഴാണ് ട്ടോ ഈ പഴംപൊരി ഉണ്ടാക്കലും പരിപ്പ് വട ഉണ്ടാക്കലും പിന്നെ ചക്ക വറുക്കല്, കായ വറുക്കല് അങ്ങനത്തെ പ്രകിണി പണികളൊക്കെ ഞാൻ ആലുവയിലുള്ളപ്പോഴാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് നുറുക്കി തരും അമ്മച്ചി. കായ വറുക്കാനുള്ളതായാലും ചക്ക വറുക്കാനൊക്കെ. കായ പിന്നെ വറുക്കുമ്പോൾ നേരെ വെളിച്ചെണ്ണയിലേക്കിടാ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഇവിടെയാണ് ട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴ ഇത്തിരിയും കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കോമ്പിനേഷനിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പഴംപൊരിയും പരിപ്പ് വടയൊക്കെ കൂട്ടി ചായ കുടിക്കാനായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക ട്ടോ. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എന്തായാലും പഴംപൊരി ഉണ്ടാക്കിയിട്ടേ ചായ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പച്ചനും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നല്ല ചൂട് ചൂട് പഴംപൊരി. ഈ പഴംപൊരി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സാധാരണയൊക്കെ കഴിക്കുക ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ. അങ്ങനെയൊക്കെയാണ് പഴംപൊരി കഴിക്കുക. പക്ഷേ ഈ പഴംപൊരി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പഴംപൊരിയുടെ ആ ഒരു സ്മെല്ല് പ്രത്യേകിച്ച് നമുക്ക് നല്ല നാടൻ പഴം കിട്ടും ഇവിടെ. അപ്പം ആ പഴത്തിന് നല്ല മധുരവും പിന്നെ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് കടയിൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മന്ദം പോലത്തെ പഴമായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അരി ഭയങ്കര കട്ടിയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങിനൊരു രസം ഉണ്ടായിരിക്കില്ല. വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി സൂപ്പറാട്ടോ. ദേ ഇത് കണ്ടോ മാങ്ങ. ഫ്രിഡ്ജിൽ നിറച്ച് മാങ്ങയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 2 മൂവാണ്ടൻ മാവുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മാവാന്ന് തോന്നുള്ളൂ. 2 എണ്ണമാണ്. അപ്പോൾ അമ്മച്ചി മാങ്ങയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനെ കൊണ്ട് പറഞ്ഞ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും മാങ്ങ നമുക്ക് എന്തായാലും കഴിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സിറപ്പ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി ജ്യൂസാക്കി കഴിക്കാം, ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള പ്രകിണി പണികളൊക്കെ ചെയ്യാനായിട്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കുത്തിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10, 50 മാങ്ങ ഞങ്ങളിങ്ങനെ നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് ഇങ്ങനെ ചെത്തി ഇടാണ് ട്ടോ. അപ്പോൾ സിറപ്പാക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം അമ്മച്ചി അതിൻ്റെ ഇടയിൽ മാങ്ങ കഴിക്കുന്നുണ്ട് ട്ടോ. അമ്മച്ചിക്ക് ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കൂടില്ലേ. അപ്പോൾ അപ്പച്ചനാണെങ്കിലും പറയും വേഗം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറയും. അപ്പോൾ
ഞാനുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ "അയ്യോ ചക്ക കിട്ടിയില്ലല്ലോ അമ്മച്ചി, മാങ്ങ കിട്ടിയില്ലല്ലോ" എന്ന് പറയും. അപ്പൊ അമ്മച്ചി ആരോടെങ്കിലുമൊക്കെ പറയും, "ഒരു ചക്കയുണ്ടെങ്കിൽ തരുവോ?" എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീടിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ചക്ക കിട്ടും ട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചക്ക കഴിക്കും. അപ്പോൾ നമ്മള് മാങ്ങയൊക്കെ ചെത്തി കഴിഞ്ഞാ ആ മാങ്ങ ഞാനിങ്ങനെ ബാച്ച് ബാച്ചായിട്ട് കുറേ ബാച്ചായിട്ട് അടിക്കണം. അതാണ് മിക്സിയുടെ ജാറിന്റെ പുറത്തേക്കൊക്കെ ആയിട്ട് നിക്കുന്നത്. ഒരു 10, 12 ബാച്ചായി ഞാനിങ്ങനെ ഇത് അടിച്ചൊഴിക്കുന്നു. കാണുന്നില്ലേ നിങ്ങള് പാത്രത്തില്? ഇത് വലിയൊരു പാത്രാട്ടോ. ആ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ അടിച്ചൊഴിക്കുകയാണ്. ഇനിയും അടിച്ചൊഴിക്കാനുണ്ട്. അപ്പൊ ആ അടിച്ചെടുത്ത മാങ്ങ നമ്മള് വലിയൊരു ഉരുളിയില് നെയ്യൊന്നും ചേർക്കില്ല. വെറുതെ ഉരുളിയിലേക്ക് നമ്മള് മാങ്ങ അടിച്ചത് ഇങ്ങനെ ചേർത്തു. വെള്ളമൊന്നും ചേർക്കാതെയാണ് ട്ടോ നമ്മള് മാങ്ങ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊരു പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു 5, 6 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഏകദേശം ഇങ്ങനെ പൊട്ടിത്തെറിക്കും ട്ടോ. അപ്പൊ അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 45 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരിത്തിരി ഇങ്ങനെ കുറുകുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ നല്ല ചില്ലിൻ്റെ ജാറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. ഇത് കുറേ നാളൊന്നും ഇരിക്കില്ല, അപ്പോഴേക്കും തീരും. നമുക്ക് മാംഗോ ഷേക്ക് ആണെങ്കിൽ ഒരു 1½ സ്പൂൺ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് മാംഗോ ജ്യൂസ് അടിക്കാൻ പറ്റും. ഷേക്ക് ആണെങ്കിൽ മിൽക്ക് ഇട്ടിട്ട് അടിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ ഒരു 7 ആകുമ്പോഴേക്കും തൃശ്ശൂർക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത പള്ളിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇനി നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോൾ എൻ്റെ വീടാണ് തൃശ്ശൂർ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം തൃശ്ശൂർ വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെറ്റിലാവാൻ പോകുന്നത് തൃശ്ശൂരാണ്. കാരണം മക്കളുടെ പഠിപ്പും പഠനങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് ഇനി പെട്ടെന്ന് സ്കൂൾ മാറുക എന്ന് പറയുന്നതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്ത് മാറണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അവരോട് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പോയി കാണണം. അപ്പോൾ സ്കൂൾ തുറക്കാറാവുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഓക്കെ ആണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം. സ്കൂളിൽ പോകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഓർഡർ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം വൈകിക്കാതെ നമ്മൾ വേഗം തൃശ്ശൂർക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്ന പിറ്റേ ദിവസം നമ്മൾ തൃശ്ശൂർക്ക് പോവാണ് ട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് എയർപോർട്ട്. അതുപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ പ്ലെയിൻ ഗ്രൗണ്ടിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ, അതായത് ഒരു വശത്ത് ഇങ്ങനെ പ്ലെയിൻ പൊന്തുന്നതോ അല്ലെങ്കിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതോ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതേ സമയം തന്നെ ചില സമയങ്ങൾ അപ്പുറത്ത് ട്രെയിൻ പോകുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കല്യാണക്കെട്ടിന് ഈ പള്ളിയിലാണല്ലോ കല്യാണക്കെട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണത്തിന് ഞാനിങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു പണ്ട് ട്ടോ. കാരണം ഇപ്പം എനിക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. പണ്ട് എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ട്രെയിൻ, ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി, അതൊക്കെ എൻ്റെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിരുന്നു. പിന്നെ പ്ലെയിൻ എന്ന് പറയുന്നത് ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു പ്രാവശ്യം പ്ലെയിനിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോൾ പ്ലെയിൻ പോകുന്ന സൗണ്ട് കേട്ടാലും എത്ര വലിയ പ്രായത്തിലായാലും ഞാൻ ആകാശത്ത് എവിടെയാ ഇത് പോണേന്ന് വേഗം ഇറങ്ങി നോക്കുമായിരുന്നുണ്ടാവും. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പോലും. അപ്പോൾ അമ്മ പറയും, "ഇവളെന്താ കുഞ്ഞു കുട്ടിയാണോ? ഈ ആകാശത്ത് പ്ലെയിൻ സൗണ്ട്" എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാനില്ലല്ലോ കാണാനില്ലല്ലോ" അങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജാണ്. അപ്പോൾ ഞാൻ കല്യാണക്കെട്ടിന് വേണ്ടി വരുമ്പോൾ ഏഹ്, അപ്പുറത്ത് പ്ലെയിൻ കാണുന്നു. അപ്പോൾ ഈ അതേ സമയം തന്നെ ഇപ്പുറത്ത് ട്രെയിൻ പോകുന്നു. എനിക്കത് ഭയങ്കര ഒരു മനസ്സിൻ്റെയാണോ ട്രെയിൻ പോകുന്നതുകൊണ്ട്. ആ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു കാഴ്ച ഞാൻ അന്ന് വരുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു പ്ലെയിൻ ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേ ദിവസമാണ് ദേ ഭംഗിയുള്ള പുഴ കാണുന്നു മുകളിലത്തെ റൂമിൽ. ഞാൻ ജനല് തുറന്നിട്ടപ്പോൾ പുഴ കാണുന്നു. പുഴ കാണാൻ പോകുന്നു. പിന്നെ ഈ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നു. അന്നും എൻ്റെ കല്യാണ സമയം എന്ന് പറഞ്ഞാലും ഇപ്പം ഈ മെയിലല്ലായിരുന്നേ. അപ്പോൾ ആ ഒരു മഴയുടെ സമയം തന്നെയായിരുന്നു. അപ്പം അപ്പോഴും ഈ ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ നന്നായി കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലം. അത് പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ് കേട്ടോ ഭംഗി. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടുണ്ട്. പക്ഷെ പൊതുവേ നമുക്ക് തൃശ്ശൂരിനേക്കാളും ചൂട് കുറവാണ്. കാരണം ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മഴ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചൂട് കുറവാണ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു പ്രളയം വന്ന സമയത്ത് ഈ മഴ ഉണ്ടായിരുന്നപ്പോൾ പ്രളയത്തിൻ്റെ സമയത്ത് അത്രയും മഴയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ വീട് ഈ പുഴയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്താവും എന്താവുംന്ന്. അപ്പോൾ നമ്മൾ അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് തൃശ്ശൂർക്ക് പോകാമായിരുന്നില്ലേ. അപ്പോഴേക്കും പിന്നെ ചാലക്കുടിയും ഒക്കെ ഫുൾ ബ്ലോക്കായി കഴിഞ്ഞു. പക്ഷെ അപ്പച്ചനും അമ്മച്ചിയും
പറഞ്ഞു, "ഇല്ല നോക്കട്ടെ, നോക്കട്ടെ" എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ക്യാമ്പ് ഉണ്ടായിരുന്നു ട്ടോ. പക്ഷേ ഈ ഒരു പുഴ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകാൻ അത്ര സ്പേസ് അല്ലേ. അതുകൊണ്ട് ആ ഒരു ഏരിയയിലുള്ള ഒറ്റ വീടുകളിലേക്കും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. കാരണം പുഴ പക്ഷേ എന്താ പറയുക കടൽ പോലെയോ എന്താ പറയുക അതുപോലെ കുത്തി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സ്പേസ് ഉള്ളതുകൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറിയില്ല. വരുന്ന ഫോഴ്സിൽ മുഴുവൻ ആ വെള്ളം പുഴയിലൂടെ തന്നെ ഒഴുകി. പക്ഷേ കൈവഴികളായി തിരിഞ്ഞു പോയിട്ടുള്ള പുഴ ഭാഗങ്ങളുണ്ടായിരിക്കുമല്ലോ. അതായത് ചെറിയ ചെറിയ തോടുകൾ ഒക്കെ ആയിട്ട് ഈ പുഴയിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ള ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം തിങ്ങി ശക്തിയായിട്ട് തിങ്ങിയപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വീടുകളിലൊക്കെ ഒരു സൺഷെയ്ഡ് വരെയും വെള്ളമൊക്കെ ആയിരുന്നു ട്ടോ. പക്ഷേ നമ്മളുടെ ഈ പെരിയാറിൻ്റെ വലിയ ഭാഗത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന വീടുകൾക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ പുഴ നമ്മളെ ശരിക്കും പ്രളയത്തിൻ്റെ സമയത്ത് അനുഗ്രഹിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആ പുഴയുടെ ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ അന്ന് അപകടമോ വെള്ളമോ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ വീട് ഇത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വെള്ളം എത്താനായിട്ടും ഇത്തിരി സമയമെടുക്കും. അങ്ങനെ നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഓ നമ്മുടെ അങ്കമാലി അയ്യോ ദേ നമ്മുടെ ചാലക്കുടി ദേ നമ്മുടെ ആമ്പല്ലൂർ എന്നൊക്കെ പറയും. ദേ ചാലക്കുടി പുഴയുടെ മേലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണില്ല. കാരണം നാട്ടിലെ കാഴ്ചകൾ ഞാനും ദുബായിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഓരോരുത്തരുടെ യാത്രകളും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അയ്യോ ആ സ്ഥലം ഈ സ്ഥലം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരിൽ പുറത്തുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഈ റോഡും ഇതൊക്കെ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് ഞങ്ങൾ പോണ സമയത്ത് മഴയില്ല. പക്ഷേ രാവിലെ നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു. അതായത് ഭയങ്കരമായ ഉച്ചത്തിലുള്ള വെട്ടമില്ല. ഒരു മൂടലുണ്ട്. എന്നാൽ മഴ പെയ്യുന്നില്ല. നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ എന്താ പറയുക അന്തരീക്ഷം നല്ല ക്ലിയറാണ്. പൊടി പടലങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. ദേ നമ്മുടെ അറ്റത്തിങ്ങനെ മലകൾ കാണുന്നുണ്ട് ട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തൃശ്ശൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലാറ്റിലിരുന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എന്തുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് എടുത്തു അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളുടെ പുതിയ കാഴ്ചകൾ ഇതിനും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ എനിക്കിവിടെ നിന്ന് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഞാനെന്തായാലും തീർച്ചയായിട്ടും അടുത്ത് തന്നെ വീഡിയോ ഇടും ട്ടോ. ഇതിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പുതുക്കാട് ടോളിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മുടെ സംഭവബഹുലമായ ടോൾ പിരിവാണ്. ഇപ്പോൾ പിന്നെ ഫാസ്ടാഗൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വേഗം തന്നെ പോരാൻ പറ്റും. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ എത്രയോ സമയങ്ങൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ കിടക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ തൃശ്ശൂർ എത്താറായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ തൃശ്ശൂരിലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോയും ഞങ്ങളുടെ ഈ ഭംഗിയുള്ള നാടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.